السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഷമീമെ മദീന അതിൻ്റെ മുഹിബ്ബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലവരായി മരിക്കാൻ അള്ളാഹ് നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, സഹോദര സഹോദരിമാരെ, ഇന്നത്തെ വിഷയം 2-3 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചോദിച്ചു. എനിക്ക് കഅബാനെ കിനാവ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ വേണ്ടി കിനാവ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഉംറ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടാകുമോ? കഅബാനെ കിനാവ് കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, മുസ്ലിമീങ്ങളുടെ കേന്ദ്രമാകുന്ന മുസ്ലിമീങ്ങളുടെ കഅബ, അതിനെ കണ്ണുകൊണ്ട് കാണൽ അത് വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തആല അതിനുള്ള അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. കഅബയിലേക്ക് ഒരു നോട്ടം നോക്കിയാൽ തന്നെ, കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ അവൻ്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തആല നേരിൽ കാണാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. കണ്ടവർക്ക് ഇനിയും കാണാൻ അല്ലാഹു നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാൻ. ഇത്രയും കാലം നമ്മൾ നെഞ്ഞുകൊണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞ് ഡയറക്റ്റ് ഒന്ന് കാണാ എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മോമിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തൊന്നില്ലാത്തൊരു ഭാഗ്യമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ചില മനുഷ്യന്മാർക്ക് ഉംറക്ക് പോകണം, കഅബാൻ ഇങ്ങനെ ഓർക്കുമ്പോൾ സർവ്വസാധാരണയാണ് അത് ഒരു കിനാവ് കാണാ എന്നുള്ളത്. ഒരുപാട് മോമിനീങ്ങൾ നല്ല നല്ല സ്വപ്നം കാണാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നു, നല്ല നല്ല സ്വപ്നം കാണാൻ വേണ്ടി അവൻ ആദ്യമായി ചെയ്യേണ്ടത് അയ്യനാമ, ഉറങ്ങലാണ്. നല്ല നീയത്തോടുകൂടെ ഉറങ്ങാം, നല്ല നീയത്തോടുകൂടെ ഉറങ്ങാം. രണ്ടാമത് അവിടുന്ന് പറഞ്ഞത് ഉളൂവോടുകൂടെ ത്വഹാറത്തിൻ്റെ മേൽ കടന്നുറങ്ങിയാൽ അവനിക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പറ്റും. മൂന്നാമത് അവിടുന്ന് പറഞ്ഞത് ചെരിഞ്ഞു കിടക്കലാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നല്ല സ്വപ്നം കാണാൻ, മുത്തുനബീനെ കാണാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. അപ്പം കഅബാനെ കണ്ടാൽ, കഅബയെ ഒരാൾ സ്വപ്നം കണ്ടു, അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറയുന്നു, തൻ്റെ കിതാബിൻ്റെ അകത്ത് തഫ്സീറുൽ അലാമുൽ കബീർ എന്ന 57-ാം പേജിൽ പറയുന്നത് കാണാം. അവനിക്ക് കഅബാനെ കിനാവ് കണ്ടാൽ അവനിക്ക് ഒരുപാട് സന്തോഷത്തിൻ്റെ ഒരുപാട് വാതിലുകൾ അവനിക്ക് തുറന്നു തരും. അൽഹംദുലില്ലാഹ്, അതാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇനി ഉംറ ചെയ്യുന്നതായിട്ട് കിനാവ് കണ്ടു, കഅബ അവിടെ ഇരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിസ്കരിക്കുന്നതായിട്ടോ കിനാവ് കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം വേറെയുണ്ട്. സംശയമുണ്ടെങ്കിൽ കമന്റിലൂടെ കൂടെ ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, ഇനി ഉംറ ചെയ്യുന്നതായിട്ട് കിനാവ് കണ്ടാൽ എനിക്ക് ഉംറ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെയല്ല. വ്യാഖ്യാനവും നല്ലതാണ്. അതിൻ്റെ കഅബ ഉംറനെ സ്വപ്നത്തിൽ ചെയ്യുന്നത് കണ്ടാൽ അതും നല്ലതാണ്. അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? അവിടെ ഇമാമിങ്ങൾ പറയുന്നത് കാണാം. വിവാഹം കഴിയാത്ത സഹോദരി അവൾ കിനാവ് കണ്ടാൽ
ഉംറ ചെയ്യുന്നതായിട്ട് കിനാവ് കണ്ടാൽ ഉടനെ തന്നെ അവൾക്ക് നല്ല സ്വാലിയായ നല്ല ഭർത്താവ് ഉണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി കല്യാണം കഴിഞ്ഞവർ അങ്ങനെയുള്ള സ്വപ്നം കണ്ടാലോ, അതിൻ്റെ ഉദ്ദേശം ധാരാളം ഖൈറും ഭർത്താവിൻ്റെ ഭാഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഭാര്യൻ്റെ വക്കൽ നിന്ന്, അല്ലെങ്കിൽ മക്കളുടെ ഭാഗത്തിൽ നിന്ന് ഒരുപാട് ഖൈറുകൾ അവനിക്കുണ്ടാവും. പുരുഷന്മാർ കണ്ടാൽ അവനിക്ക് ദീർഘായുസ്സുമുണ്ടാവും, സമ്പത്തിൽ വർധനമുണ്ടാവും. അവനിക്ക് ഒരുപാട് ധാരാളം സമ്പത്തുണ്ടാവും എന്നതിനേക്കുള്ളതായ സൂചനയാണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ഇത് എൻ്റെ സ്വന്തം അഭിപ്രായമല്ല, ബഹുമാനപ്പെട്ട ഇമാം അവർ പറഞ്ഞിട്ടുണ്ട്. തഫ്സീറുൽ ആലാം അൽ കബീർ 54-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരി, പ്രിയപ്പെട്ടതായ എൻ്റെ മുഹിബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഡയറക്റ്റ് 2 കണ്ണുകൊണ്ട് ആ കഅബനെ കാണാൻ, റൗള കാണാൻ, മദീന കാണാൻ, ആ പച്ചക്കുബ്ബ കാണാം. അവിടെ നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്നുള്ള സ്വലാത്തും സലാമും ചൊല്ലാൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരി, ഇന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുകയുണ്ടായി, ആ സലാത്ത് എന്താണ്? നിങ്ങൾ ആ ക്ലാസ്സിൽ പറഞ്ഞ സലാത്ത് അത് ഇബ്രാഹിമിയ സ്വലാത്താണ്. ഇബ്രാഹിമിയ സ്വലാത്ത് അധികരിപ്പിച്ചാലുള്ളതായ നേട്ടം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവനിക്ക് ഇങ്ങനെയുള്ള ഭാഗ്യമുണ്ടാവും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇതൊരു ചെറിയൊരു സ്വലാത്താണ്. സ്വലാത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വലാത്ത് ഏതാണ്? മഹാന്മാരായ ബഹുമാനപ്പെട്ട ഇബ്നുൽ അജർ ലൈതമി റഹിമഹുല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയത് കാണാം. സലാത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വലാത്ത് അത് ഇബ്രാഹിമിയ സ്വലാത്താണ്. ഏറ്റവും വലിയ സ്വലാത്ത് അസ്സലാത്തു അലയ്യ തംഫിൽ ഫഖർ, എൻ്റെ മേലുള്ള സലാത്ത് അത് ദാരിദ്ര്യത്തെ നാട് കടത്തിക്കളയും. അതുകൊണ്ട് മുത്തുനബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അതാ നമുക്ക് മദീന കാണാം, റൗള കാണാം, കഅബ കാണാം, കഅബത്ത് ഉംറ ചെയ്യാം, ഹജ്ജ് ചെയ്യാം എന്നുള്ള ഭാഗ്യമുണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഷമീമെ മദീന അതിൻ്റെ മുഹിബീങ്ങളെ, നിങ്ങളെല്ലാ ദിവസവും ക്ലാസ് കേൾക്കുന്നവരാണ്. വല്ല സംശയമുണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ട സഹോദരിമാരെ ചോദിച്ചു പഠിക്കുക. ഒരുപാട് ഫർള് ഐനായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫർളൈനിയായ കാര്യങ്ങൾ അത് പഠിക്കണം. ജീവിതത്തിൽ അത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരനാവും. പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് ഉമ്മ. അതുകൊണ്ട് നല്ല കാര്യം പഠിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രിയപ്പെട്ട സഹോദരിമാർ, ഒരുപാട് സഹോദരന്മാർ, പ്രിയപ്പെട്ട ഒരുപാട് മുഹിബീങ്ങൾ, ഷമീമെ മദീന അതിൻ്റെ ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ചും ദുആ ചെയ്യണം. നിങ്ങളെ ദുആയിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറിൻ്റെ വാതിൽ അല്ലാഹു തആല തുറന്നു തരട്ടെ. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് കഅബനെ കാണണം, മദീന ഒന്ന് കാണണം മരിക്കുന്നതിന് മുമ്പ് എന്ന അങ്ങനെയുള്ള ഒരു ചിന്ത വേണം. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, എത്രയോ ആൾക്കാർ കുറച്ചും പൈസ എല്ലാം ഉണ്ടാക്കി അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു ഉമ്മ, പ്രിയപ്പെട്ടതായ ഒരു ഉമ്മ, നാലിൽ ഒരു 500 രൂപ അല്ലെങ്കിൽ 300 രൂപ അവർക്ക് ഒരു ഡബ്ബയിലിട്ടിട്ട് ഒരു സൂക്ഷിച്ചിട്ട് വെക്കും. അങ്ങനെ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഉംറ ചെയ്യാൻ ആ ഉമ്മാക്കൊന്ന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉംറ ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ആ സ്വലാത്ത് ഞാൻ അധികരിപ്പിച്ചപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെയുള്ള ഉംറ ചെയ്യാൻ ഒരുപാട് മക്കയിലുള്ള ചരിത്രഭൂമിയാകുന്ന മക്കയിൽ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ, അല്ലെങ്കിൽ മദീനയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ അൽഹംദുലില്ലാ സാധിച്ചു. അത് ആ സ്വലാത്തിൻ്റെ ഫളലാണ്, ആ സ്വലാത്തിൻ്റെ ബർക്കത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇനിയും നമ്മൾക്ക് അല്ലാഹു തആല ആ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഉമ്മമാർ കൊതിക്കുന്നവരുണ്ട്, എനിക്കൊന്ന് റൗള കാണണം, എനിക്കൊന്ന് മദീന കാണണം, എനിക്കൊന്ന് ഉംറ ചെയ്യണം. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ റഹ്മാനെ. ഒരുപാട് പ്രിയപ്പെട്ട സഹോദരിമാർ ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട്. ഒരു 11 ഇസ്തിഗ്ഫാർ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. أستغفر الله العظيم 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 الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനായ അല്ലാഹ്, പാപികളായ ഒരുപാട് സഹോദരിമാർ അവരുടെ ഉദ്ദേശം റഹ്മാനായ തമ്പുരാനെ, റഹ്മാനായ അല്ലാഹ് മദീന കാണണമെന്നാണ്. മരിക്കുന്നതിന് മുമ്പ് ഉംറ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലാഹ് നീ അങ്ങനെയുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ, നൽകണേ റഹ്മാനെ, നൽകണേ റഹ്മാനെ. അവിടെ റൗളയിലിരുന്ന് പച്ചക്കുബ്ബയുടെ മുമ്പിലിരുന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് എന്നുള്ള സ്വലാത്തും സലാമും ചൊല്ലാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണേ മുട്ടുവേദന, കാലുവേദന, ശരീരത്തിൻ്റെ ഒരുപാട് വേദന കൊണ്ട് വിഷമിക്കുന്ന സഹോദരിമാരുണ്ട്. എല്ലാ വിഷമങ്ങളെയും എല്ലാ വേദനകളും നീക്കി റാഹത്തുള്ള മനസ്സമാധാനം നൽകണേ റഹ്മാനെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ വബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.